ഞാൻ ലോട്ടറി അടിച്ച ആൾക്കാരുടെ സ്റ്റോറികൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി അടിച്ചിട്ടുള്ള ഒരാളെങ്കിലും നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ലോട്ടറി കോടിക്കണക്കിന് നമ്മൾ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ്, നാളെയാണ് മറ്റന്നാളാണെന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഈ ആരെങ്കിലും ലോട്ടറി അടിച്ച് പലർക്കും കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും മേഖലയിൽ അതിന് ശേഷം വളർന്നു വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ പൈസ വരാത്തതാണ് പ്രശ്നമെങ്കിൽ ആ പൈസ വന്ന ആൾക്കാർ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ് രംഗത്തോ ഏതെങ്കിലും ഒരു രംഗത്ത് കണ്ടോ അന്നത്തെ ആ ലോട്ടറി അടിച്ചിട്ടുള്ള ആളാണ്, പുള്ളിയാണ് അത് ഏതെങ്കിലും ഇവിടുത്തെ ഒരു മെയിൻ ഫോറങ്ങളിൽ എവിടെയെങ്കിലും അവരുടെ പേരുകൾ രണ്ടാമത് പിന്നെ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? അവർക്ക് കുറേ പൈസ വന്ന് കയറിയെന്നല്ലാതെ അവർക്ക് ഒരു സ്കില്ലും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഇതാണ് റിയാലിറ്റി. അപ്പം നമ്മൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പം നമ്മൾ ആ വെൽത്ത് ഉണ്ടാവേണ്ടതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. വെൽത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുണ്ടാകുന്നതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലേക്ക് വരിക. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സ്കില്ല് പഠിക്കുക, അതിന് ക്ഷമയുണ്ടാവുക, മൈൻഡ് റെഡിയാക്കുക. മൈൻഡ് റെഡിയാക്കാതെ ഒരിക്കലും നമ്മൾ ഒരു വലിയ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയില്ല. നമ്മളെ ധാരണ നമ്മൾ പലപ്പോഴും ഹാർഡ് വർക്കിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഹാർഡ് വർക്ക് ഓഫ് കോഴ്സ് ആവശ്യം വരും, ഇല്ലെന്നല്ല. ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വലുതായിട്ട് ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അല്ല, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സ് റെഡിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മനസ്സ് വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. അതായത് വളരെ റിലാക്സ്ഡ് മോഡിൽ കാര്യങ്ങളെ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്ത് നമ്മളെ വളരെ ആരോടും ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതെ കാരണം ഇതൊരു നമ്മൾ ഫിസിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, റെസൊണൻസ്. നമ്മൾ ഈ ട്യൂണിങ് ഫോർക്ക് അടിച്ചിട്ടൊരു എയർ കോളത്തിൻ്റെ അവിടെ വെക്കുമ്പോഴത്തേന് സൗണ്ട് പോകുന്നത് കേട്ടിട്ടില്ലേ? ആ ഫ്രീക്വൻസി കറക്റ്റാകുന്ന അതിനകത്തുള്ള എയറിൻ്റെ ഫ്രീക്വൻസിയും ആ ട്യൂണിങ് ഫോറിൻ്റെ ഫ്രീക്വൻസിയും കറക്റ്റാകുന്ന സമയത്താണ് ആ വലിയ സൗണ്ട് വരുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഫ്രീക്വൻസി മാച്ച് വരുമ്പോൾ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്തുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്. നമ്മൾ പലപ്പോഴും റോഡിലൂടെ ഇറങ്ങുമ്പോൾ ചില ആൾക്കാരെ കാണുന്നു. നമ്മൾ ഈ സംഭവം നന്നായിട്ട് ആളെ അറിയാം, ധാരാന്നറിയാമല്ല. എവിടെയാണ് നമ്മൾ ഡെയിലി കാണുന്ന ആളാണ്, പക്ഷേ ആളുടെ പേര് കിട്ടുന്നില്ല, അല്ലെ ആളെ കിട്ടുന്നില്ല. ഇതുപോലെ പല വിഷയങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സബ്ജക്റ്റാണ്. ചില ആൾക്കാർ പെട്ടെന്ന് ചോദിക്കുമെന്ന് നമുക്കറിയാമല്ല, നമ്മൾ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള നമ്മൾ ഒരു ദിവസം തന്നെ ഇതുപോലെ ഓർമ്മ പെട്ടെന്ന് വരാത്ത സാധനങ്ങൾ മുഴുവൻ പിന്നെ കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ കുളിമുറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് മോഡിൽ, അല്ലെ ചുമ്മാ കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത്, അല്ലെ ചുമ്മാ വളരെ റിലാക്സ്ഡ് മോഡിൽ ഇരിക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ എത്ര നേരം ആലോചിച്ചാൽ കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നാറില്ലേ? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് നമ്മളെ എല്ലാവരുടെയും ഒരു സ്ട്രെസ് എന്തെങ്കിലും ഉള്ള സമയത്ത് ഈ വക കാര്യങ്ങളൊന്നും ആക്ടിവേറ്റ് ചെയ്യത്തില്ല. ഇതെല്ലാം ഓഫായി പോകും. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ മിറർ ന്യൂറോൺസ് എന്ന് പറയാം. മിറർ ന്യൂറോൺസിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത്. അത് ചില സമയത്ത് അതിനെതിരെ നമ്മൾ അലൈൻമെൻറ്റ് തെറ്റുക എന്ന് പറയുന്നില്ലേ, ഈ അലൈൻമെൻറ്റ് തെറ്റുന്ന സമയത്ത് ഇതൊന്നും സംഭവിക്കത്തില്ല. ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സംഭവം കറക്റ്റാകുന്ന സമയത്ത് മാത്രമേ സാധിക്കുള്ളൂ. അതായത് DMN എന്ന് പറയും, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആക്റ്റീവ് ആയാൽ മാത്രമേ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. DMN ആക്റ്റീവ് ആകുക എന്ന് പറയും. ഈ DMN ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിൽ നമ്മൾ ചിന്തിക്കുകയും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ.